ധ്യാനം എപ്പോഴും സാധ്യമാണ്. മനസ്സിലെ നിശ്ചലത അറിയുവാൻ സാധിക്കുന്നവന്, സൈലൻസിൻ്റെ സുഖം അനുഭവിക്കുവാൻ സാധിക്കുന്നതിന്, അവന് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. ഭഗവത്ഗീത ആരംഭിക്കുന്നത് അർജുന വിഷാദ യോഗത്തിൽ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്ന ധൃതരാഷ്ട്രരുടെ ആ ചോദ്യത്തിൽ ആത്മീയ അന്വേഷണം ആരംഭിക്കുന്ന ഒരു സാധകൻ്റെ മനസ്സുണ്ട്. ഭഗവത് ആരംഭിക്കുന്നത് ചോദ്യത്തോടുകൂടിയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവച്ചൈവ കിമകുർവത സഞ്ജയ. അതായത് അന്ധനായ രാജാവ് ചോദിക്കുന്നു, അതുവരെ അന്വേഷിച്ചിട്ടില്ലാത്ത രാജാവ് യുദ്ധഭൂമിയിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതായത് ഇതേവരെ നമ്മുടെ ഉള്ളിലെ യുദ്ധഭൂമിയിലേക്ക് നാം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബാഹ്യമായ ലോകത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ധ്യാനിക്കാനിരിക്കുന്ന ഒരാൾ ആദ്യം ശ്രദ്ധിക്കുന്നത് തൻ്റെ ആന്തരിക ലോകത്തിലാണ്. ആന്തരിക ലോകത്തിൽ സംഭവിക്കുന്ന യുദ്ധം അപ്പോഴാണ് അറിയുന്നത്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ വളർന്ന അസുര സ്വഭാവങ്ങൾ, കൗരവന്മാർ വളരെ കൂടുതൽ, സദ്ഗുണങ്ങൾ വളരെ കുറവ്, ഇങ്ങനെ കൗരവ സ്വഭാവങ്ങൾ, അസുര സ്വഭാവങ്ങൾ വളർന്ന് നമ്മളെ ഭരിക്കുമ്പോഴാണ് അന്വേഷിക്കുക ഒരു സാധകൻ, എന്താണിതിന് കാരണം. ആദ്യമായി ഒരാൾ തൻ്റെ ഉള്ളിലെ ആന്തരിക ലോകത്തിലെ കാര്യങ്ങൾ തിരയുന്നു. അതാണ് ധ്യാനം. വെറുതെ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് അറിയുക നമ്മുടെ അനുവാദമില്ലാതെ എന്തൊക്കെ ചിന്തകളാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഉള്ളിലൂടെയൊക്കെ കടന്നു കയറുന്നത്. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നു. പലരും പറയാറുണ്ട്, എനിക്ക് നല്ലവനാകാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുതന്നെയാണ് ദുര്യോധനൻ പറഞ്ഞത്. ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് എനിക്കറിയാം. ധർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല, അധർമ്മം ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിൻ്റെ അടിമകളാണ്. മനസ്സിനെ മരുക്കിയെടുത്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയാക്കി മാറാൻ സാധിക്കും. മനസ്സിനെ മരുക്കിയെടുക്കുവാനുള്ള വിദ്യയാണ് ധ്യാനം. മനസ്സും ശരീരവും ബുദ്ധിയും നമ്മളുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയം വരുമ്പോൾ, അഥവാ ഭഗവാനിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ, ഭഗവാന്റെ ശബ്ദം ഉള്ളിൽ കേൾക്കുവാൻ സാധിച്ചാൽ, നമുക്ക് ജീവിതത്തെ അത്യന്തം സുന്ദരമായ അനുഭൂതിയാക്കി മാറ്റാൻ സാധിക്കും.